ഷുഗർ ഉള്ളതാണ്, ചോറൊന്നും കഴിക്കുകയേ വേണ്ട. ലിമിറ്റഡ് വോളിയം ഓഫ് റൈസ്, ഒരു കപ്പ് റൈസ്, അത് ഞാൻ പറഞ്ഞില്ല, അത് ഓരോരാൾക്കും ഡിഫറെന്റ് ആണ്. അത് സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്യും. 2 നേരം കഴിക്കുന്നവരാണെങ്കിൽ ഇത്ര രാവിലെ ഉച്ചയ്ക്ക് കഴിക്കാം, ഇത്ര രാത്രി കഴിക്കാം. മട്ട റൈസ് ഉണ്ട്, ഇതൊക്കെ ഹൈ ഫൈബർ കണ്ടന്റ് ഉള്ള സാധനം. ഡയബറ്റിക്സ് ഉള്ള ആളുകൾക്ക്, ഷുഗർ ഉള്ള ആളുകൾക്ക് പാൽ ചായ, പാൽ കാപ്പി ഇത് കുടിക്കാൻ പറ്റും. ലാക്ടോസ് ഡെഫിനറ്റ്ലി ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ടഡ് ആവും. പക്ഷെ പാല് തീരെ പാടില്ല നമ്മൾ പറയുന്നത്. ഒരുപാട് വോളിയം പാല് കഴിക്കുന്നത് അത്ര നല്ലതല്ല ഡയബറ്റീസിൽ. പാൽ കാപ്പി കുടിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഷുഗർ ഇടുന്നില്ലല്ലോ, പിന്നെ എന്താണ് പ്രശ്നം എന്ന് പറയുന്നത്? പാലിനെ കാട്ടിയും ബെറ്റർ പാലിനുള്ള ഡെറിവേറ്റീവ്സ് അത് നമുക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ ഗട്ട് ഫ്രണ്ട്ലിയും കൂടിയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകൾക്ക് ഡയബറ്റിക്സ് വന്നു കഴിഞ്ഞാൽ അല്ലെ അത് ആ ഡയബറ്റിക്സ് കംപ്ലീറ്റ്ലി മാറാൻ വേണ്ടി എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്? കാരണം ആ മസിൽസിന്റെ സ്ട്രെങ്ത്തും പവറും റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബേസിക്കലി ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ നമുക്ക് റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തണം. നാച്ചുറലി നമ്മളവർക്ക് കാർഡിയാക് ഇഷ്യൂസ്, അവർക്ക് പെട്ടെന്ന് ഇത് ട്രിഗർ ചെയ്യാം, ഒരു ഹാർട്ട് അറ്റാക്കിലേക്കോ അല്ലെങ്കിൽ സ്ട്രോക്കോ. മെഡിസിനൊക്കെ ഒഴിവാക്കി റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? മരുന്ന് ഒഴിവാക്കാന്നല്ല. ചെറിയ പ്രായത്തിലൊക്കെ ഉള്ളവർക്ക് പ്രീ ഡയബറ്റീസ് കണ്ടാൽ തീർച്ചയായിട്ടും അവർക്ക് മരുന്ന് അപ്പം സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം തന്നെ ഉണ്ടാവും. ചെറിയ കുട്ടികളൊക്കെ ഈ ഇൻസുലിൻ കുത്തി വെക്കുന്ന കാണുമ്പോൾ ശരിക്കും നമുക്ക് വിഷമം. അപ്പോൾ ഈ ഇൻസുലിൻ കുത്തി വെക്കാതെ ഈ ഓറൽ ഇൻസുലിൻ പറയുന്ന അത്തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടോ? ആസ്മയിലൊക്കെ യൂസ് ചെയ്യുന്നില്ലേ ഇൻഹേലേഴ്സ്, അതുപോലത്തെ പെയിൻ കുറക്കാൻ പറ്റുമോ? ഒരു ഇഞ്ചക്ഷൻ എന്നുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാം. ചില ആളുകൾ ഭയങ്കര പ്രൗഡായിട്ട് പറയുന്നൊക്കെ ഞാൻ രാത്രി ഒന്നും ഉറങ്ങാറില്ല എന്നൊക്കെ. 7 to 8 hours സ്ലീപ്പ് കമ്പൽസറി ആണ്. അതിപ്പോ ഏത് സമയമാണെന്നൊന്നുമില്ലല്ലോ. ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ്, ഇതിലേക്കൊക്കെ അത് പുഷ് ചെയ്യും. അല്ലാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൂട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയൊരു സമയമാണത്. ഈവനിങ് പലരും ഫ്രൂട്ട്സ് കഴിക്കും. ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയം തെറ്റായിരിക്കും. എപ്പോഴും ഫ്രൂട്ട് കഴിക്കാൻ പറ്റിയൊരു സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ മിഡ് മോർണിംഗ് ആണ്, 11 o'clock. അല്ലെങ്കിൽ നിങ്ങൾക്ക് 4 മണി 5 മണി. ഫ്രൂട്ട് കഴിക്കുന്നതിന് അങ്ങനെ സമയമൊക്കെ ഉണ്ട്. ഫ്രൂട്ട് കഴിക്കുന്നതിന് അങ്ങനെ ഒരു ഇതുണ്ട്. ആക്ച്വലി ഫ്രൂട്ട് നമുക്ക് ഈ പറഞ്ഞ മാതിരി രാത്രിയത്തേക്ക് പലരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് രാത്രി ഫ്രൂട്ട് കഴിക്കുന്നുണ്ട്. അപ്പൊ രാത്രിയത്തെ ഗ്ലൂക്കോസ് സ്പൈക്ക് വളരെയധികം ഹൈ ആവും. ഒരു മീല് കഴിച്ച് ഡിന്നർ കഴിഞ്ഞ് പിന്നീട് അവർ 1-2 പഴം അല്ലെങ്കിൽ എന്തെങ്കിലും കുറെ ഫ്രൂട്ട്സ്. ഇതപ്പോ രാത്രി എന്താവും വെച്ചാൽ അവരുടെ ബ്ലഡ് ഷുഗർ വളരെയധികം ഷൂട്ട് ചെയ്യും. അപ്പൊ മറ്റേത് അങ്ങനെയല്ല. നമ്മൾ ആ ഒരു ഇതില് ആ ഒരു ടൈമിൽ ഒരു മിഡ് മോർണിംഗ് അല്ലെങ്കിൽ ഒരു 4 o'clock കഴിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് ആക്ടിവിറ്റി ഉണ്ടല്ലോ, അപ്പൊ അത് ബേൺ ചെയ്യും. അങ്ങനെ ചെയ്യാം. ഡിന്നറിന് നമ്മൾ എന്തെടുക്കണം? അപ്പോ ഡിന്നറിന് ഇതേപോലെ തന്നെ പ്ലാറ്റർ വെച്ചിട്ടാണ്. രാത്രി എന്താ കഴിക്കുന്നത്? ചപ്പാത്തിയാണെങ്കിൽ ചപ്പാത്തി, അല്ലെങ്കിൽ റൈസ് നിർബന്ധമുള്ളവർക്കാണെങ്കിൽ റൈസ് കഴിക്കാം, പ്രോബ്ലം ഇല്ല. പോർഷൻ ആണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ്. പോർഷൻ കൺട്രോൾ ചെയ്യുക. പിന്നെ റീയൂസ് ചെയ്യുന്ന റൈസ്, ഏത് ടൈപ്പ് റൈസ് യൂസ് ചെയ്യും ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അതില് മിക്കവരും ഇപ്പൊ ഈ പൊന്നി അങ്ങനത്തെ ഒക്കെ പോളിഷ് റൈസ് ഉണ്ടല്ലോ, അത് കഴിയുന്നത്ര അവോയ്ഡ് ചെയ്യാൻ നോക്കുക. നമുക്ക് റെഡ് റൈസ് ഉണ്ട്, ബ്ലാക്ക് റൈസ് ഉണ്ട്, മട്ട റൈസ് ഉണ്ട്. ഇതൊക്കെ ഹൈ ഫൈബർ കണ്ടന്റ് ഉള്ള സാധനമാണ്. അതിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ ലോ ആണ് കമ്പയർഡ് ടു മറ്റേത്. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ഷുഗേഴ്സ് വല്ലാണ്ട് സ്പൈക്ക് ചെയ്യില്ല. പിന്നെ അതിന്റെ കൂടെ നമ്മൾ കഴിക്കുന്ന ഈ സാലഡ്സും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് അതിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറക്കുകയും ചെയ്യും. ആദ്യം അത് കഴിച്ചിട്ട്. ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, എല്ലാവരും ഇപ്പോൾ വീട്ടിൽ നിന്നായാലും പറയുന്ന ഒരു കാര്യമാണ്, ഷുഗർ ഉള്ളതാണ്, ചോറൊന്നും കഴിക്കുകയേ വേണ്ടാന്ന്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് അരിയുടെ ബേസിസിൽ നമുക്കത് കഴിക്കാം. അതായത് ചെറിയ പോർഷൻ ആണ്, നമ്മൾ പോർഷൻ സൈസ് ആണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ യൂസ് ചെയ്യുന്ന അരിയും അതെന്താണ്. നമ്മൾ ഒരുപാട് വോളിയം കഴിക്കുമ്പോഴാണ് നമുക്ക് പ്രോബ്ലം. നമ്മളൊരു ലിമിറ്റഡ് വോളിയം ഓഫ് റൈസ്, ഒരു കപ്പ് റൈസ്, അത് ഞാൻ പറഞ്ഞില്ല, അത് ഓരോരാൾക്കും ഡിഫറെൻ്റ് ആണ്. അതൊരാളുടെ ഹൈറ്റ്, വെയിറ്റ്, ആക്ടിവിറ്റി അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഒരു ഡയറ്റീഷ്യൻ ഇത്ര റൈസ് നിങ്ങൾക്ക് കഴിക്കാമെന്ന് പറയുന്നത്. അത് സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്യും. 2 നേരം കഴിക്കുന്നവരാണെങ്കിൽ ഇത്ര രാവിലെ ഉച്ചയ്ക്ക് കഴിക്കാം, ഇത്ര രാത്രി കഴിക്കാം. അപ്പൊ ആ രീതിയിലാണത്. ഡയബറ്റിക്സ് ഉള്ളവർക്ക് ചോറ് കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ചോറ് കഴിക്കാൻ പറ്റില്ല എന്നൊന്നും എവിടെയും പറ്റില്ല. റൈസ് ഒട്ടും തൊടാൻ പാടില്ല എന്ന് ആരും പറയുന്നില്ല. അത് അങ്ങനെ അതിന്റെ ആവശ്യമില്ല. നമുക്ക് നമ്മളെ റെഗുലർ ഡയറ്റിലുള്ള സംഗതികളാണ്. അതൊരു മോഡറേഷനിൽ വേണം. പറഞ്ഞിട്ടില്ല, സ്പെസിഫിക് റെക്കമെൻഡ് ചെയ്തിട്ടില്ല, ആ ഒരു പോർഷനിൽ മാത്രം കഴിക്കുക. അതിന്റെ കൂടെ നമ്മൾ ഈ പറഞ്ഞ മാതിരി അതിന് മുമ്പായിട്ട് കുറച്ച് സാലഡ്സും ഇതൊക്കെ യൂസ് ചെയ്യാം. അപ്പം അങ്ങനെ പലതും അതിനോട് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറയും. നമ്മൾ ബ്ലഡ് ഷുഗർ സ്പൈക്സ് അധികം ഉണ്ടാവില്ല.
ഒരു റിപ്പോർട്ടിൽ കണ്ടതാണ് ഈ ഇടയ്ക്ക് 50% ഓഫ് പ്രഗ്നന്റ് വുമൺ ആർ അറ്റ് റിസ്ക് ഓഫ് ഡയബറ്റിക്സ് എന്ന് പറയുന്നത്. ശരിയാണോ? അങ്ങനെ പെർസെൻറ്റേജ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കാൻ മതി. കാരണം ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ എല്ലാവർക്കും കൂടുതൽ ഓവർ വെയിറ്റ് ആണ്, ഒബിസിറ്റിയാണ്. ഈ റിസ്ക് ഓഫ് പ്രഗ്നൻസി എന്തുകൊണ്ട് GDM, അതായത് ഗസ്റ്റേഷണൽ ഡയബറ്റീസ് എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ ഒരു റെഗുലറായിട്ട് ഹെൽത്തി ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്നൊരു കുട്ടി, അല്ലെങ്കിൽ ഒരു ബോഡി വെയിറ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഡയറ്റ് ഒക്കെ പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾക്ക് പ്രഗ്നൻസിയിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരാറില്ല. അപ്പോൾ ഇപ്പോൾ ജനറലി നമ്മളുടെ പോപ്പുലേഷൻ തന്നെ ഒരു 50% മുകളിൽ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആണ്. കാരണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ന്യൂവർ ജനറേഷൻ ആൾക്കാർ ഡയറ്റ് അധികം ഫോളോ ചെയ്തില്ല. അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്, അവരുടെ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആണ്, പല ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. ഇതൊക്കെ അവരെ ഡയബറ്റീസിലേക്ക് പുഷ് ചെയ്യും. ഈ ഉറക്കം അപ്പോൾ ഡയബറ്റിക്സിലേക്ക് പുഷ് ചെയ്യും എന്നാണോ ഡോക്ടർ പറയുന്നത്? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മൾ ഉറങ്ങുക മിനിമം ഒരു 7 to 8 hours സ്ലീപ്പ് കമ്പൾസറി ആണ്. അതിപ്പോ ഏത് സമയമാണെന്നൊന്നുമില്ലല്ലോ, ഒരു ദിവസത്തിൽ പ്രിഫറബിളി നമ്മളുടെ ഒരു ബോഡീൻ്റെ ഒരു സിർക്കാഡിയൻ റിതം എന്ന് പറഞ്ഞിട്ടൊരു സംഗതി. അതൊന്നും ഇപ്പം ആരും ഫോളോ ചെയ്യുന്നില്ല, പക്ഷെ അതങ്ങനെയാണ്. നമ്മൾ ഇന്ന ടൈമിൽ വേക്കപ്പ് ടൈം ഉണ്ട്, സ്ലീപ്പ് ടൈം ഉണ്ട്, അതൊക്കെ അത് ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ രാത്രി കിട്ടുന്ന ഒരു 8 hours ആണ് അതിലത്തെ ഏറ്റവും ബെസ്റ്റ് ടൈം ടു സ്ലീപ്പ് ചെയ്യുന്നവർ. അതുകൊണ്ടാണ് അതൊക്കെയാണ് ഇതിലെ പ്രോബ്ലം വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സാരില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ആ ബാക്കിയുള്ള സമയങ്ങളിൽ അവർ കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കുക. ഒരു 6 to 7 hours 8 hours സ്ലീപ്പ്. കാരണം ഈ സ്ട്രെസ് ഹോർമോൺസിനെ റിലീസ് ചെയ്യും. അത് ഭയങ്കര ഉറക്കില്ലെങ്കിൽ അങ്ങനെയാണ് അവർക്ക് ബ്ലഡ് ഷുഗർ കൂടുന്നത്. നമ്മുടെ ബോഡിയിലുള്ള സ്ട്രെസ് ഹോർമോൺസ് ഉണ്ട്, കോർട്ടിസോൾ, അഡ്രിനലിൻ, അങ്ങനത്തെ ഇതൊക്കെ കുറേ ഹോർമോൺസ് ഉണ്ട്. പിന്നെ ആപ്പറ്റൈറ്റ് റെഗുലേറ്റഡ് ഹോർമോൺസ് ഉണ്ട്, കുറേ റെലിൻ, ലെപ്റ്റിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഹോർമോൺസൊക്കെ എല്ലാത്തിനെയും അത് കൂടുതലാവും. അപ്പോൾ ഇത് നമ്മളെ ബ്ലഡ് ഷുഗറിനെ സ്പൈക്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെ. ഇതുകൊണ്ട് ഉറക്കില്ലാതെ വരുമ്പോൾ ഇതൊക്കെ നമുക്ക് കൂടുതലായി വരും. അത് ചില ആളുകൾ ഭയങ്കര പ്രൗഡായിട്ട് പറയുന്നൊക്കെ, ഞാൻ രാത്രി ഒന്നും ഉറങ്ങാറില്ല എന്നൊക്കെ. പ്രൗഡാവേണ്ട ഒരു കാര്യമല്ല അത്. അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. നമുക്ക് ബോഡി ഭയങ്കര എക്സോസ്റ്റഡ് ആവും. ബോഡിക്ക് റെസ്റ്റ് വേണ്ടേ, റിക്കവറി വേണ്ടേ. നമ്മൾ ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്ന ഒരാൾ പോലും അയാൾക്ക് നമ്മൾ ആ ഒരു എക്സസൈസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു റിക്കവറി ടൈം നമ്മൾ കൊടുക്കണം. കാരണം ആ മസിൽസിനൊക്കെ റിക്കവർ ചെയ്ത് അതേപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയിൽ ഓരോ ഓർഗനും ആവശ്യമാണ്. ഈ ഉറക്കം എന്ന് പറയുന്ന സംഗതി നമ്മൾ ഓരോരോ ഓർഗനും അത് ആവശ്യമാണ്, ആ റെസ്റ്റ്. സ്ലീപ്പ് ഇല്ലെങ്കിൽ, സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആയി കഴിഞ്ഞാൽ അത് മേജർ. തമിഴ്നാടൻ അജിത്ത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം 3 മണിക്കൂർ മാത്രമേ ഉറങ്ങാറുള്ളൂ. അദ്ദേഹത്തിന് ഉറങ്ങാൻ അവസരം കിട്ടാത്തതുകൊണ്ടായിരിക്കും. അത്രയും വർക്ക് സ്ട്രെസ് ഒക്കെ ഉള്ള ആളായിരിക്കും. അതുകൊണ്ട് നാച്ചുറലി അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണല്ലോ. പക്ഷെ അത് കേട്ട് എന്തോ വലിയ സംഭവമാണെന്ന് കേട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ആളുകളും ഒരിക്കലും പാടില്ല. അതെവിടെയും പറയുന്നില്ല. സ്ലീപ്പ് നമുക്ക് റിക്വയർഡ് സ്ലീപ്പ് നമുക്ക് ആവശ്യമാണ്, നിർബന്ധമാണ്. അതല്ലെങ്കിൽ അത് ഗ്രാജുവലി നമ്മൾ ഇതുപോലത്തെ ഓരോരോ ലൈഫ് സ്റ്റൈൽ ഇൽനെസ്സസ്, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, ഹാർട്ട് ഡിസീസ്, ഇതിലേക്കൊക്കെ അത് പുഷ് ചെയ്യും. അത് സംശയമില്ല. എന്തുകൊണ്ടാണ് ഈ ജനിച്ച കുട്ടികളിൽ ഡയബറ്റിക്സ് ഉണ്ടാവുന്നത്? നേരത്തെ പറഞ്ഞൊരു ഓട്ടോ ഇമ്മ്യൂൺ പോലെ വരാന്ന്, അതിനൊരു പ്രക്രിയ എങ്ങനെയാണ്, അല്ല അത് എങ്ങനെയാണ് വരുന്നത്? അല്ല, അത് ഞാൻ ഈ പറഞ്ഞല്ലോ, ശരിക്കും നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള ഒരു ജനറ്റിക് ഇതുകൊണ്ട് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസ്ട്രക്ഷൻ നടക്കുകയാണ്. ഓട്ടോ ഇമ്മ്യൂൺ നമ്മളെ പാൻക്രിയാറ്റിക് സെൽസിനെ അത് ഡിസ്ട്രോയ് ചെയ്യാണ്. അപ്പോൾ ആ പാൻക്രിയാസിൽ നിന്ന് ഇൻസുലിൻ തീരെ ഉൽപ്പാദനം ഇല്ലാതാവും. അപ്പോൾ അതിനൊരു പ്രത്യേക കോസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞ മാതിരി കുറച്ച് ജനറ്റിക് ഫാക്ടർ, ഞാൻ പറഞ്ഞില്ലേ, HLA ജീൻ കോംപ്ലക്സസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് പോയിട്ട് അവരുടെ പാൻക്രിയാറ്റിക് സെൽസ് ഡാമേജ്ഡ് ആവും. പിന്നീട് അവർ ഡയബറ്റീസിലേക്ക് പോകും, ടൈപ്പ് 1ലേക്ക്. ഓക്കെ, നേരത്തെ പറഞ്ഞു ഈ ടൈപ്പ് 2 ഡയബറ്റിക്സ് ഒരു 20s വരാറുണ്ടെന്ന്. അത് റിവേഴ്സിബിൾ ആക്കാൻ പറ്റും അല്ലേ? പക്ഷേ നമുക്ക് കുറച്ച് വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സസൈസ് ഒക്കെ ചെയ്യാൻ, ഡയറ്റ് എടുക്കാനൊക്കെ നല്ലൊരു പ്രയാസമുണ്ട്. അപ്പം ആ സമയത്ത് കുറച്ച് ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകൾക്ക് ഡയബറ്റിക്സ് വന്നു കഴിഞ്ഞാൽ അത് റിവേഴ്സിബിൾ ആവാൻ വേണ്ടി, അല്ലെ അത് ആ ഡയബറ്റിക്സ് കംപ്ലീറ്റ്ലി മാറാൻ വേണ്ടി എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്? ഒരു ലോങ് ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റീസ് ഉള്ള ആൾക്കാർ കുറച്ച് ചെറുപ്പത്തിലേ തുടങ്ങി ഒരു കുറച്ച് പ്രായം, ഒരു 50 വയസ്സ് 60 വയസ്സൊക്കെ ആകുമ്പോൾ
അത്രയും ഒരു 10-30 കൊല്ലത്തെ ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറേയൊക്കെ അവരുടെ പാൻക്രിയാറ്റിക് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ആദ്യം ഒരു പ്രീ ഡയബറ്റീസ് എന്നുള്ളൊരു സ്റ്റേജ് ഉണ്ട്. നമ്മൾ ഡയബറ്റീസ് വരുന്ന ഒരു സ്റ്റേജ്, അപ്പോൾ അതിന് ഇപ്പോൾ ഒരു HbA1c ലെവൽ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മളൊരു 5.6 മുകളിലും 6 ഉള്ളിലൊക്കെയാണ്, അതൊരു പ്രീ ഡയബറ്റീസ് എന്ന് പറയും. അപ്പോൾ ആ സ്റ്റേജാണ് ഏറ്റവും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്റ്റേജ്. അതേപോലെ തന്നെ ഒരു ബ്ലഡ് ഷുഗറിൻ്റെ വാല്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 100 മുകളിലും ഒരു 126 ഉള്ളിലും, ബിറ്റ്വീൻ 100 and 126 എന്ന് പറയുമ്പോൾ അതൊരു പ്രീ ഡയബറ്റീസ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റിയാൽ നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഈ മറ്റതും പറ്റായ്മയില്ല, പക്ഷേ ഓൾഡ് ഏജിലേക്ക് വരുമ്പോഴുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇത് ബേസിക്കലി ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ നമുക്ക് റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തണം. അപ്പോൾ ആ ഒരു ഏജിലൊക്കെ ഒരു 50s 60s ഒരാളോട് നമ്മൾ റെഗുലർ ആയിട്ടുള്ളൊരു എക്സസൈസ് ചെയ്യാൻ, വളരെ റിഗറസ് എക്സസൈസസ് ചെയ്യുക, പിന്നെ അവരുടെ ഡയറ്റിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ ഇതൊക്കെ വരുത്തുമ്പോൾ അവർക്ക് വേറെയും കുറേ ഇഷ്യൂസ് വരും. ഇപ്പം നമ്മൾ ഡയറ്റൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് മസിൽ ലോസ് വരും. അപ്പോൾ മസിൽസ് ഓൾറെഡി ആ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരു 40-45 ശേഷം തന്നെ അവർക്ക് മസിലിൽ ഒരു വീക്ക്നെസ് ഉണ്ടാവും. അതിനെ കൊണ്ടാണ് നമ്മൾ ആ സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ എപ്പോഴും ചെയ്യണമെന്ന് പറയുന്നത്. എപ്പോഴും അതുകൊണ്ടാണ്, കാരണം ആ മസിൽസിൻ്റെ സ്ട്രെങ്ത്തും പവറും റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം മസിൽസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. നമ്മുടെ ഇൻസുലിൻ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ ഏറ്റവും കൂടുതൽ ഇൻസുലിൻ അബ്സോർബ് ചെയ്തെടുക്കുന്നത് മസിലിലേക്കാണ്. സ്റ്റോറേജ് അതിലാണ് വരുന്നത്. അപ്പം മസിൽസ് വീക്ക് ആകുമ്പോൾ നമുക്ക് ഈ ഒരു ഇത് നടക്കാതെ വരും, ഷുഗർ കൺട്രോൾ ആവില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ മസിൽസ് സ്ട്രോങ് ആയിരിക്കണം. മസിൽസിൻ്റെ വോളിയം, ബൾക്ക്, സ്ട്രെങ്ത് ഒക്കെ നമ്മൾ പ്രിസർവ് ചെയ്യാൻ നോക്കണം. അപ്പോൾ ആ ഒരു എൽഡർലി ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ പെട്ടെന്ന് ഡയറ്റൊക്കെ അങ്ങോട്ട് അത്രയും അങ്ങോട്ട് കട്ട് ചെയ്യുമ്പോൾ അയാൾക്ക് ഓൾറെഡി അയാൾക്ക് മസിൽ വേസ്റ്റിംഗ് ഉണ്ടാവും, ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള. അത് കൂടാതെ ഈ ഇതും കൂടെ നമ്മൾ ഡയറ്റും കൂടെ കൺട്രോൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് അവരാകെ ഒരു ഇമാസിയേറ്റഡ് ആവും അപ്പിയറൻസിലും. മാത്രമല്ല അവർക്ക് ആക്ച്വലി ഇൻഡയറക്റ്റ്ലി അവരുടെ ബ്ലഡ് ഷുഗർ കൂടാനുള്ളൊരു പ്രവണതയാണ് വരുത്തുക. ഒന്ന് പിന്നെ ആക്ടിവിറ്റി നമുക്കൊരു ലിമിറ്റഡ് അല്ലേ ചെയ്യാൻ പറ്റില്ല, അതിൽ കൂടുതൽ അവരെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ജോയിൻറ്റ് പെയിൻസ് ഉണ്ടാവും, അതൊക്കെ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് വരും. പിന്നെ കുറേ കൊല്ലങ്ങളായിട്ട് ഡയബറ്റീസ് ഉള്ളൊരു വ്യക്തിയാകുമ്പോൾ നാച്ചുറലി നമ്മളവർക്ക് കാർഡിയാക് ഇഷ്യൂസ്, സൈലൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. നമുക്കത് അൺലെസ് റെഗുലറായിട്ട് ഇപ്പോൾ ടെസ്റ്റും ഒക്കെ ചെയ്തിട്ട് അത് റൂൾ ഔട്ട് ചെയ്തിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാവാം. ചെറിയ തോതിൽ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് വെസൽസിലൊക്കെ ചെറിയ ആത്രോസ്ക്ലെറോസിസും അതൊക്കെ ഉണ്ടാവും. അത് സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളവരെ കൊണ്ടിങ്ങനെ ഒരുപാട് ഓവർ ആക്ടിവിറ്റിയും എക്സസൈസും ഒക്കെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഇത് ട്രിഗർ ചെയ്യാം, ഒരു ഹാർട്ട് അറ്റാക്കിലേക്കോ അല്ലെങ്കിൽ ഒരു സ്ട്രോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരാം. അപ്പോൾ അങ്ങനെയും കുറേ ഡേഞ്ചേഴ്സ് ഉണ്ട് അതിൽ. അപ്പോൾ അത് നമ്മൾ വളരെയധികം കെയർഫുള്ളാണ്. ഇപ്പോൾ റിവേഴ്സൽ സാധിക്കും. റിവേഴ്സൽ എപ്പോഴും നമ്മൾ ഈവൻ എൽഡർലി ഏജ് ഗ്രൂപ്പിലും പറ്റും, പക്ഷേ നമ്മളത് എത്ര എക്സ്റ്റെൻഡ് വരെ അവരുടെ ഡയബറ്റീസ് ഉണ്ട് എന്നുള്ളതനുസരിച്ചിരിക്കും. അപ്പോൾ വളരെ സിവിയർ ആയിട്ടുള്ള ഡയബറ്റീസ് ഒരാളാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി മെഡിസിനൊക്കെ ഒഴിവാക്കി റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, മരുന്ന് ഒഴിവാക്കുക എന്നല്ലേ. അപ്പോൾ ആ മരുന്ന് മുഴുവൻ ഒഴിവാക്കിയിട്ട് അവരെ റിവേഴ്സ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഡിഫിക്കൽട്ടാണ്. നേരെ മറിച്ച് യങ് ഏജ് ഗ്രൂപ്പിൽ ഇപ്പോൾ പെട്ടെന്നൊരു ചെറിയ പ്രായത്തിലൊക്കെ ഉള്ളവർക്ക് പ്രീ ഡയബറ്റീസ് കണ്ടാൽ തീർച്ചയായിട്ടും അവർക്ക് മരുന്ന് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം തന്നെ ഉണ്ടാവില്ല. പെട്ടെന്നൊന്നും അവരോട് സ്ട്രിക്റ്റ് ഡയറ്റിലേക്കും എക്സസൈസ് ഷെഡ്യൂളിലേക്കും പോകാൻ പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ അവർക്ക് അതിലേക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡയബറ്റിക്സ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്? ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബ്ലഡ് ഷുഗർ തന്നെയാണ്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് പ്രാനൽ ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ ഒരു റാൻഡം ബ്ലഡ് ഷുഗർ, ഇത് ഏതെങ്കിലും നമ്മൾ ചെയ്യുക. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു വേരിയേഷൻ കണ്ടാലാണ് നമ്മൾ സാധാരണ കൂടുതലായിട്ടുള്ള ടെസ്റ്റിലേക്ക് പോവുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു HbA1c ചെയ്യും, ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ. അതിലാണ് നമുക്ക് പോയിന്റ്സ് ഒക്കെ കാണാൻ പറ്റുന്നത്. അതിൽ നമുക്കൊരു കഴിഞ്ഞൊരു 3 മാസം ബാക്കോട്ടുള്ളത് ബ്ലഡ് ഷുഗറിൻ്റെ ആവറേജ് നമുക്ക് 3 months പിന്നോട്ട് നമുക്ക് അറിയാൻ പറ്റും ഏകദേശം എങ്ങനെ ഉണ്ടായിരുന്നു, അവരുടെ ബ്ലഡ് ഷുഗർ കൺട്രോളിലായിരുന്നു അല്ല, കഴിഞ്ഞ 3 മാസമായിട്ട് ബ്ലഡ് ഷുഗർ ഫ്ലക്ച്വേറ്റിംഗ് ആണോ ഹൈ ആണോ എന്താണെന്നൊക്കെ അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ഇൻസുലിൻ ലെവൽസ് ചെക്ക് ചെയ്യാം ബ്ലഡിലെത്ത്. ആ ഇൻസുലിൻ ലെവൽസും നമുക്ക് അറിയാൻ പറ്റും, പേഷ്യൻ്റ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ ആദ്യം ഒരാളെ ഡയഗ്നോസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെസ്റ്റ്. ഇതൊക്കെ തന്നെ ഡയബറ്റിക്സ് ഉള്ള ആളുകൾ
ശരിക്കും ഇവർ ഷുഗർ കഴിച്ചിട്ട് മാത്രമാണോ ഡയബറ്റിക്സ് ആവുന്നത്? എല്ലാവരുടെയും ഒരു മിസ്കോൺസെപ്ഷനാണത്. ഷുഗർ കഴിച്ചുകൊണ്ടാണോ, ഇത്ര ചെറുപ്പത്തിൽ ഇത്രയും ചോക്ലേറ്റ് കഴിച്ചിട്ടല്ലേ ഷുഗർ ആയത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ശരിക്കും ഷുഗർ കഴിച്ചിട്ട് മാത്രമാണോ ഡയബറ്റിക് ആവുന്നത്? ഇല്ല, ഷുഗർ കഴിച്ചുകൊണ്ട് മാത്രമേ ആൾ ഡയബറ്റിക് ആവണമെന്നൊന്നുമില്ല. ഇല്ല. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ എത്ര ആൾക്കാർ റെഗുലറായിട്ട് ചോക്ലേറ്റ്സ് കഴിക്കുന്നവരുണ്ട്. പക്ഷെ അതേപോലെ തന്നെ അവർ പുറത്ത് പോയി കളിക്കും, എക്സസൈസ് ചെയ്യും, അവരുടെ ബോഡി അവർ മെയിൻറ്റെയിൻ ചെയ്യും. അതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അതൊന്നും എക്സസൈസ് വരില്ല. അപ്പം എപ്പോഴും നമ്മളെപ്പോഴും നോക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ജനറ്റിക് ആയിട്ടുള്ളൊരു പ്രിഡിസ്പൊസിഷൻ ഉള്ളൊരു വ്യക്തി, ഒരു കുട്ടി, ഇപ്പോൾ പൊതുവെ ആ കുട്ടി കുറച്ചൊരു ഒബീസാണ്, ആക്ടിവിറ്റി കുറവാണ്, റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു കുട്ടി അതിൻ്റെ കൂടെ ചോക്ലേറ്റ്സും മധുരവും ഒക്കെ കൂടെ കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഡയബറ്റീസിലേക്ക്, പ്രീ ഡയബറ്റീസിലേക്ക് പുഷ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഒരു ഷുഗർ കഴിച്ചതിനെ കൊണ്ട് അങ്ങനെയൊന്നുമില്ല. ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തി, അതായത് ഒരു പ്രീ ഡയബറ്റീസിന് വരാനുള്ളൊരു സ്റ്റേജിൽ നിൽക്കുന്നതല്ലേ, അങ്ങനെ ഒരു ഒബീസ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഒന്നും ഇല്ലാത്ത വീട്ടിൽ എപ്പോഴും കമ്പ്യൂട്ടറിൻ്റെ മുന്നിലും ടി വിയുടെ മുന്നിലും മാത്രം ഇരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരാൾക്ക് ഇത് കൂടെ ചെല്ലുമ്പോൾ ഇത് ഹൈ ഗ്ലൂക്കോസ് കാലറി വളരെ കൂടുതലല്ലേ, അപ്പോൾ അത് തീർച്ചയായിട്ടും അവരെ ഡയബറ്റീസിലേക്ക് കൊണ്ടുപോകാം. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ടൊക്കെ നമ്മൾ ഉറങ്ങുന്നതിനേക്കാൾ മുന്നേ എപ്പോഴും പാല് കുടിക്കും. ഒരു ഗ്ലാസ് പാല് അമ്മമാർ നമുക്ക് തരും. അപ്പോൾ ഈ ഡയബറ്റിക്സ് ഉള്ള ആളുകൾക്ക്, ഷുഗർ ഉള്ള ആളുകൾക്ക് ഈ പാല് രാത്രി കുടിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ പാല് രാത്രി കുടിക്കുന്നത് മാത്രമല്ല, പാൽ ചായ, പാൽ കാപ്പി ഇത് കുടിക്കാൻ പറ്റുമോ? പാല് നമ്മൾ അവോയ്ഡ് ചെയ്യണോ? ഡയബറ്റീസ് ഉള്ള ഒരാളെ സംബന്ധിച്ചോളം പാല് അത്രയധികം ഒരു ഫേവറബിൾ ആയിട്ടുള്ളൊരു സംഗതിയല്ല. കാരണം എന്താ വെച്ചാൽ പാല് എന്ന് പറഞ്ഞാൽ അതിൽ ലാക്ടോസ് ആണ്, ഹൈ ലാക്ടോസ് ഉണ്ട്. അപ്പോൾ ലാക്ടോസ് ഡെഫിനറ്റ്ലി ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ടഡ് ആവും. അപ്പോൾ അത് ബ്ലഡ് ഷുഗർ കൂടാനുള്ളൊരു ചാൻസസ് ഉണ്ട് കൂടുതൽ കഴിക്കുമ്പോൾ. പക്ഷെ പാല് തീരെ പാടില്ല നമ്മൾ പറയരുത്. ഒരു 150 ml ഒക്കെ വേണമെങ്കിൽ നമുക്ക് ആവാം. അതായത് ഇപ്പോൾ ഒരു രാവിലെ ഒരു കോഫി കുടിക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് പാൽ ഒഴിച്ച് കുടിക്കുന്നതിൽ തെറ്റില്ല. വേണമെങ്കിൽ ഒരു കുറച്ചും കൂടി വൈകുന്നേരത്തെ ഒരു ടീക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് പാലാവാം. അങ്ങനെ അല്ലാണ്ട് നമ്മൾ ഒരുപാട് വോളിയം പാല് കഴിക്കുന്നത് അത്ര നല്ലതല്ല. ഡയബറ്റീസിൽ ഇത് ഗ്ലൂക്കോസ് ആയിട്ട് മാറാം. പിന്നെ വേറെ ആളുകൾ പറയുന്നിട്ടുണ്ട്, അതായത് ഞാൻ പാൽ കാപ്പി കുടിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഷുഗർ ഇടുന്നില്ലല്ലോ, പിന്നെ എന്താണ് പ്രശ്നം എന്ന് പറയുന്നത്. പാല് ഇതും ഒക്കെ എല്ലാം ഗ്ലൂക്കോസായി മാറുന്നതല്ലേ. അതുകൊണ്ട് ടോട്ടലി അവോയ്ഡ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. റിസ്ട്രിക്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് ഡയബറ്റീസ് ഉള്ളൊരു വ്യക്തിക്ക്. അല്ലാത്തവർക്ക് ഓക്കെ. പിന്നെ ഇതിൽ തന്നെ നമുക്ക് പാലിനെ കാട്ടിയും ബെറ്റർ പാലിൽ നിന്നുള്ള ഡെറിവേറ്റീവ്സ് അത് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ബട്ടർ മിൽക്ക്, മോര്, അത് അതിലുള്ള ലാക്ടോസിന്റെ കണ്ടന്റ് കുറവാണ്, ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്. യോഗട്ട് അതിൽ കുറവാണ്. ഇതൊക്കെ ഗട്ട് ഫ്രണ്ട്ലിയും കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പാലിനെക്കാട്ടിയും കുറച്ചും കൂടി ബെറ്റർ ആണ്. ഇത് കുറച്ചും കൂടി ലോ ലാക്ടോസ്, ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള സാധനങ്ങളാണ്. ഇത് യൂസ് ചെയ്യുന്നതിന് തെറ്റില്ല. പാരമ്പര്യമായിട്ട് മാത്രമാണ് നമുക്ക് ഷുഗർ വരിക, അല്ലെങ്കിൽ ഇപ്പൊ അച്ഛനും അമ്മക്കും ഷുഗർ ഇല്ല, ഇപ്പൊ കുട്ടിക്ക് ഷുഗർ വരുമോ? അല്ലെങ്കിൽ ഈ അച്ഛനും അമ്മക്കും ഷുഗർ ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഉറപ്പായിട്ടും ഷുഗർ വരുമോ? എങ്ങനെയാണ് ഈ പാരമ്പര്യവും ഷുഗറും പാരമ്പര്യ ഹെറിഡിറ്ററി ട്രാൻസ്മിഷൻ, ജനറ്റിക് പ്രീഡിസ്പോസിഷൻ എന്തായാലും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം അതിൽ ടൈപ്പ് 1-ലും ടൈപ്പ് 2-ലും ഒക്കെ അതുണ്ട്. പക്ഷെ അത് കുട്ടിക്ക് അച്ഛനും അമ്മക്കും ഡയബറ്റീസ് ഇല്ലെങ്കിൽ കുട്ടിക്ക് വരുമെന്ന് ചോദിച്ചാൽ കുട്ടീൻ്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയനുസരിച്ചിരിക്കും. ആ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഇല്ലാത്തത് കൊണ്ട് കുട്ടി ഡയബറ്റിക് ആവില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കുട്ടീൻ്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണെങ്കിൽ, കുട്ടി വളർന്നു വരുമ്പോൾ ഇത് പറഞ്ഞ മാതിരി ഒരുപാട് ഗ്രോസ്ലി ഒബീസ് ആയിട്ടാണെങ്കിൽ അങ്ങനത്തെ ഹൈ ഫാറ്റി ഇതായിട്ടുള്ള ഫുഡ്, ജങ്ക് ഫുഡ് ഇതൊക്കെ മാത്രമേ കുട്ടിക്ക് കൊടുക്കുന്നുള്ളൂ, കഴിക്കുന്നുള്ളൂ, ആക്ടിവിറ്റി ഇല്ല, എക്സസൈസ് ഇല്ല, തീർച്ചയായിട്ടും ആ കുട്ടിയും ഡയബറ്റിക് ആവാം. അച്ഛനും അമ്മക്കും ഡയബറ്റീസ് ഇല്ല എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഞാൻ ഡയബറ്റിക് ആവില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതാവാം. ലൈഫ് സ്റ്റൈൽ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അച്ഛനും അമ്മക്ക് ഡയബറ്റിക്സ് ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഡയബറ്റിക്സ് ഉണ്ടാവണം നിർബന്ധമുണ്ടോ? അച്ഛനും അമ്മക്കും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ, ഒരു പേരന്റിന് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ കുട്ടിക്ക് വരാനുള്ള ചാൻസ് 1.7 ടൈംസ് റിസ്ക് ആണ്. രണ്ട് പേരന്റ്സിനും ഉണ്ടെങ്കിൽ 3 ടൈംസ് റിസ്ക് ആണ് കുട്ടിക്ക് ഡയബറ്റീസ് വരാൻ. പഴഞ്ചൊല്ലൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ, അതായത് കാരണന്മാരും നമുക്ക് വല്ല സ്വത്തുക്കളും തന്നില്ല, ഷുഗറും പ്രഷറും ഒക്കെ തന്നിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും അച്ഛനും നമുക്കും ഷുഗർ ഉണ്ടെങ്കിൽ, ഡയബറ്റിക്സ് ഉണ്ടെങ്കിൽ കുട്ടിക്ക് വരാനുള്ള ചാൻസ് ഹയർ ആണല്ലേ. ഒരു പേരന്റിന് ഞാൻ പറഞ്ഞില്ല, ഒരു പേരന്റിനാണ് ഒരു 1.7 ടൈംസ് റിസ്ക് ഉണ്ട്. രണ്ട് പേരന്റ്സിനുണ്ടെങ്കിൽ 3 ടൈംസ് റിസ്ക് ഉണ്ട്. അത് വരാം, തീർച്ചയായിട്ടും വരാം. പക്ഷെ നമ്മൾ അത് വന്നോളൊന്നുമില്ല. ഇനി വരുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കതിന് പ്രൊലോങ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫ് സ്റ്റൈൽ നല്ലതാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറേ കാലം നമുക്ക് നല്ലൊരു ലൈഫ് കഴിയുന്നത് വരെ ഡിലേ പോസ്റ്റ്പോൺ ചെയ്യാനും പറ്റും.
നമ്മളിങ്ങനെ ലൈഫ് കൊണ്ടുപോകുന്നതനുസരിച്ചിരിക്കും. ഈ ടൈപ്പ് 1 ഡയബറ്റിക്സ് ഉള്ളവർ ഇൻസുലിനൊക്കെ കുത്തി വെക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമമാവും. ഡെയിലി അവർ ഇത് ചെയ്യണ്ടേ. ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ ഈ ഇൻസുലിൻ കുത്തി വെക്കുന്ന കാണുമ്പോൾ ശരിക്കും നമുക്ക് വിഷമമാവും. അപ്പൊ ഈ ഇൻസുലിൻ കുത്തി വെക്കാതെ ഈ ഓറൽ ഇൻസുലിൻ പറയുന്ന അത്തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഓറൽ ഇൻസുലിൻസ് ഇപ്പോൾ ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്, പക്ഷേ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. FDA അപ്രൂവൽ ആയിട്ട് അത് വന്നിട്ടില്ല അതുവരെ. പിന്നെ നമുക്ക് ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് phase 3 ട്രയൽസ് വരെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ അതൊരു മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു FDA അപ്രൂവൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അത് റീസൺ മറ്റൊന്നുമല്ല. നമ്മളിപ്പോൾ നമുക്കറിയാം ഈ ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ആ പ്രോട്ടീൻ നമുക്ക് ഓറലായിട്ട് എടുക്കുമ്പോൾ അത് നമ്മളെ വയറ്റിൽ ചെല്ലുമ്പോൾ വയറ്റിലുള്ള ഗ്യാസ്ട്രിക് ജ്യൂസും എൻസൈംസും ഒക്കെ ഭയങ്കര പവർഫുള്ളാണ്. അപ്പോൾ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ പ്രോട്ടീൻ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല, അത് ഡിസ്ഇൻറ്റഗ്രേറ്റഡ് ആവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആക്ഷൻ നമുക്ക് ഓറലി കഴിക്കുമ്പോൾ കിട്ടുന്നില്ല. ഇപ്പോൾ അവർ പല സ്റ്റഡീസും വന്നിട്ടുണ്ട്, പലതും അതിനൊരു ഷെൽ കോട്ടിംഗ് ഒക്കെ വെച്ചിട്ട്, അതായത് സ്റ്റമക്കിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റമക്കിലെ എൻസൈംസ് അതിനെ ഡാമേജ് ചെയ്യാൻ ഡിസ്ട്രോയ് ചെയ്യാത്ത രീതിയിൽ ഉള്ള നമ്മൾ ക്യാപ്സ്യൂൾസ് ഒക്കെ കാണുന്നില്ലേ, അങ്ങനത്തെ ഒരു കോട്ടിംഗ് ഒക്കെ വെച്ചിട്ട് എന്നിട്ട് പിന്നെ അത് ലിവറിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കാൻ ഉള്ള രീതിയിലുള്ളത്. പക്ഷെ അതൊന്നും ഇതുവരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടില്ല. അതേപോലെ തന്നെ നമുക്ക് ഇൻസുലിൻ സ്പ്രേസ് ഉണ്ട്, അപ്പോൾ അതും ട്രൈ ചെയ്യുന്നുണ്ട് അവർ. അതേപോലെ ആസ്മയിലൊക്കെ യൂസ് ചെയ്യുന്നില്ലേ ഇൻഹേലേഴ്സ്, അതുപോലത്തെ ഇൻസുലിൻ. പക്ഷെ അതും ഒന്നും തന്നെ ഇതുവരെ. പക്ഷെ ഓറലി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാവില്ലേ, നമുക്ക് ആ ഒരു പെയിൻ കുറക്കാൻ പറ്റും. ഒരു ഇഞ്ചക്ഷൻ എന്നുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും.